റമദാൻ മാസത്തിലെ 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. മലയാളികൾ ചെറിയ പെരുന്നാൾ എന്നാണ് പറയാറുള്ളത്. എനിക്ക് മറക്കാൻ പറ്റാത്ത പെരുന്നാൾ അനുഭവം, മധുരമുള്ള പെരുന്നാൾ അനുഭവമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി ഓടിയെത്തുന്നത് ഒരു മനോഹരമായ ഓർമ്മകളാണ്. നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ സ്ഥിരീകരിച്ച പിന്നിൽ ഉള്ളിൽ ആഹ്ലാദപൂർവമാണ്. ഉറക്കമില്ല രാത്രി. അന്ന് പെൺകുട്ടികൾ മുറ്റത്തെ മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇലയർത്തരച്ച് കയ്യിൽ മൈലാഞ്ചി മുറുക്കാനുള്ള ശ്രമങ്ങൾ മുഴുകും. വല്യമ്മയും ഉമ്മയുമൊക്കെ ചക്കയുടെ വിളഞ്ഞിനെടുത്ത് ഒരുക്കി കയ്യിൽ വരയ്ക്കാൻ തുടങ്ങും. മൈലാഞ്ചിയുടെ മണക്കുന്ന ദിനമെന്ന് തന്നെ പറയാം. ഉമ്മമാർ നാളേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഫിത്തർ സക്കാത്ത് അരികൾ എടുത്തു വെക്കലും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഫിത്തർ സക്കാത്ത് ചടങ്ങ്? പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് വീട്ടിലുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാറ്റിവെച്ച് ബാക്കിയുള്ളത് മുഴുവൻ ധർമ്മം ചെയ്യുക എന്നതാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണമായി ആ നാട്ടിലെ ഭക്ഷ്യദാനമാണ് ഫിത്തർ സക്കാത്ത് നൽകേണ്ടത്. കേരളത്തിൽ അരിയാണ് നൽകാറുള്ളത്. വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു സ്വവിധ ഭക്ഷ്യദാനം വിതരണം ചെയ്യണം. വീട്ടിൽ പുതുതായി ജനിച്ച കുഞ്ഞിനുൾപ്പെടെ ഇത്തരത്തിൽ ധർമ്മം ചെയ്യുന്ന ചടങ്ങാണിത്. വല്യമ്മ ഞങ്ങൾക്ക് തെക്കുബേർ ചൊല്ലിത്തരും. ഞങ്ങൾ കുട്ടികൾ മത്സരിച്ചെങ്ങനെ ഉറക്കെ ചൊല്ലും. അതൊരു കാലട്ടോ. പിറ്റേന്ന് രാവിലെ എണ്ണ തേച്ച് കുളിച്ച് പുതുവസ്ത്രമൊക്കെ ധരിച്ച് അത്തറും പൂശി ആൺകുട്ടികൾ പള്ളികളിൽ നിസ്കരിക്കാൻ പോകും. അതിനുശേഷമാണ് കുടുംബക്കാരും അയൽവാസികളും വീട് വീടാനും കയറിയിറങ്ങും. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പെരുന്നാളിൻ്റെ ഹരം എന്നുള്ളത് നമസ്കാരമാണെന്ന്, ഫിത്തർ സക്കാത്തിൻ്റെ വിതരണമാണെന്ന്, ഉച്ചത്തിലുള്ള തെക്കബീർ വിളിയാണെന്ന്, പരസ്പരമുള്ള ഈ ഒത്തുചേരലാണെന്ന്. വീട് സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കളിമേളയാണ്. പലതരത്തിലുള്ള കളികളിലും അന്ന് മുഴുകും. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് കളികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും. നിലത്തു പായ് വിരിച്ച് ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ രസം വേറെ എവിടെന്നും കിട്ടില്ല. അന്ന് ബിരിയാണിക്കൊക്കെ വല്ലാത്ത ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. എത്ര കഴിച്ചാലും മതി വരില്ല. മത്സരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് പെരുന്നാൾ പൈസ വിതരണം. പെരുന്നാൾ പൈസ എന്ന് കേൾക്കുമ്പോൾ നിധി കിട്ടുന്ന സന്തോഷമായിരിക്കും. ആ സുവർണ നിമിഷത്തിനായി കാത്തിരിക്കും. ആ ഒരു കാത്തിരിപ്പിനും വേറൊരു സുഖമുണ്ട്. വല്യമ്മയും വല്ലിപ്പയും പത്തായം തുറന്ന് പൈസ എടുക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആശ്ചര്യത്തോടെ അതിലേക്കായിരിക്കും. മനസ്സിൽ വല്ലാത്ത ആശ്ചര്യമായിരിക്കും എത്ര കിട്ടുക എന്ന്. ഒരു 20 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലുതാട്ടോ. അന്ന് പെരുന്നാൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പെരുന്നാൾ പൂർത്തിയായി എന്ന് പറയണമെങ്കിൽ ആ ക്യാഷ് കിട്ടിയേ തീരുട്ടോ. വൈകുന്നേരം ആയിരിക്കും നമ്മുടെ ഉമ്മയുടെ വീട്ടിലേക്കൊക്കെ പോക്ക്. ആ പോക്ക് ഒരു 1.5 പോക്കായിരിക്കും. 4 ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പോയതേ ഓർമ്മ ഉണ്ടാകും. പേരക്കുട്ടികളെയും കാത്ത് വീടിൻ്റെ ഉമ്മറത്ത് വല്യമ്മയും വല്ലിപ്പ ഇരിക്കുന്നുണ്ടാവും. വണ്ടി ഇറങ്ങി അവരുടെ മുന്നിലെത്തുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നോ. ആദ്യം തന്നെ 2 പേരുടെയും കയ്യിൽ നിന്ന് പെരുന്നാൾ പൈസ വാങ്ങും. വല്ലിപ്പ പീടികയിലൊക്കെ പോയി പടക്കൊക്കെ കൊണ്ടുവരും. അതൊക്കെ ആഘോഷിച്ച് അന്ന് കളിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ. വൈകുന്നേരം രാവിലെ എത്തണമെങ്കിൽ പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങും. ഞങ്ങൾ കുട്ടികളും എല്ലാവരും നിലത്ത് കിടക്ക നിവർത്തി വരി കിടക്കും. ഒരു പുതപ്പ് കൊണ്ട് 3-4 ആളുകളൊക്കെ പുതക്കും കേട്ടോ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നല്ലേ. രാത്രി ആയാലും ഉറക്കം വരില്ല. അതിലൊരാൾ കഥ തുടങ്ങി വെക്കും. പ്രേതകഥകളായിരിക്കും അധികവും. ഇല്ലാത്തതും കൂട്ടിച്ചേർത്തതുമായിട്ട് അങ്ങനെ ഒക്കെ നുണക്കഥകളാണെങ്കിലും കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പേടിച്ച് വിറച്ചായിരിക്കും ഉറങ്ങുക. അതൊരു വേറൊരു വൈബാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു പെരുന്നാളാണത്. എത്ര പെരുന്നാൾ കടന്നു വന്നാലും പഴയ പെരുന്നാൾ അത് വേറെ തന്നെ. ഇനിയുള്ള തലമുറക്ക് ഒരു കേൾക്കാനുള്ള ഒരു കഥകൾ മാത്രം. ഇതുപോലെ നിങ്ങളുടെ പെരുന്നാൾ കിസ്സ, മറക്കാനാവാത്ത എന്തെങ്കിലും പെരുന്നാൾ കിസ്സ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.